കണ്ണൂർ ചന്ദനക്കാംപാറ കാനറ ബാങ്ക് ശാഖയിൽ വായ്പ ആവശ്യത്തിനെത്തിയ കർഷക കുടുംബത്തോട് ബാങ്ക് മാനേജർ വളരെ മോശമായി പെരുമാറിയ സംഭവമാണ് വലിയ വിവാദമായിരിക്കുന്നത്. കർഷകനോട് മാനേജർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ബാങ്കിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കർഷകനെ പരസ്യമായി അപമാനിച്ച ബ്രാഞ്ച് മാനേജർ ഷിനോജ് കെയ്ക്കെതിരെ കാനറ ബാങ്ക് അധികൃതർ ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വായ്പാ നിഷേധവും തുടർന്നുണ്ടായ തർക്കവുമാണ് എല്ലാത്തിനും കാരണം. ചന്ദനക്കാംപാറ സ്വദേശിയെ തങ്കച്ചൻ എന്ന കർഷകനും കുടുംബവുമാണ് ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി കാനറ ബാങ്ക് ശാഖയിലെത്തിയത്. ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് വഴി ഇവർ മുൻപെടുത്ത 3 ലക്ഷം രൂപയുടെ വായ്പ കൃത്യമായി തിരിച്ചടച്ചിരുന്നതുമാണ്. തുടർന്ന് പുതിയ വായ്പയ്ക്കായി ഇവർ സമീപിച്ചപ്പോൾ കൃഷിസ്ഥലം സന്ദർശിച്ച് വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജരും കർഷകനും തമ്മിൽ തർക്കമുണ്ടായി. ഏറെ നാളായി ബാങ്കിൽ കയറിയിറങ്ങുന്ന തങ്ങളെ മാനേജർ മുൻപും മടക്കി അയച്ചിട്ടുണ്ടെന്നും കൃഷി ചെയ്യാത്തവർക്ക് ബാങ്ക് വായ്പ അനുവദിക്കുന്നുണ്ടെന്നും കർഷകൻ ആരോപിച്ചു. തങ്ങൾ ഒടുക്കുന്ന നികുതി പണവും തങ്ങളെപ്പോലുള്ള ഇടപാടുകാരുള്ളതുകൊണ്ടുമാണ് മാനേജർ ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് കർഷകൻ ഓർമ്മിപ്പിച്ചതോടെ മാനേജർ നിയന്ത്രണം വിട്ട് രോഷാകുലനാവുകയായിരുന്നു. കർഷക കുടുംബത്തിലെ സ്ത്രീകളടക്കമുള്ളവരോട് മിണ്ടാതെ പൊയ്ക്കോണമെന്ന് ആക്രോശിച്ച മാനേജർ പോലീസിനെ വിളിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. തർക്കം രൂക്ഷമായതോടെ കർഷകന്റെ അക്കൗണ്ട് അടിയന്തരമായി ക്ലോസ് ചെയ്യാൻ മാനേജർ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ തങ്ങൾക്ക് കൃഷിയിലുണ്ടായ നഷ്ടപരിഹാരം തരാതെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കർഷക കുടുംബം ശക്തമായി വാദിച്ചു. മാനേജറുടെ വാക്ക് വിശ്വസിച്ചാണ് തങ്ങൾ കൃഷി ചെയ്തതെന്നും അവർ വ്യക്തമാക്കി. തന്റെ ആധികാരികത ചോദ്യം ചെയ്ത കർഷകനോട് അത് എന്റെ സൗകര്യം, എനിക്ക് അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്, തനിക്ക് വേണമെങ്കിൽ അവിടെ നിന്നോ വീട് കയറി തരാം എന്ന രീതിയിലാണ് മാനേജർ വെല്ലുവിളിച്ചത്. തനിക്ക് ജനങ്ങളുടെ നികുതി പിടിച്ചല്ല ശമ്പളം ലഭിക്കുന്നതെന്നും മാനേജർ വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം ബലമായി കർഷകനെ ബാങ്കിൽ നിന്ന് പുറത്താക്കാൻ ശ്രമം നടന്നതായി കാണാം. കർഷകനെ ബലമായി ബാങ്കിൽ നിന്ന് പുറത്താക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ട മാനേജർ മേലിൽ ഇവൻ ഈ ബാങ്കിൽ കയറരുതെന്നും ഇവനെ പുഷ് ചെയ്ത് മാറ്റൂ എന്നും ആക്രോശിച്ചു. ബാങ്ക് ജനങ്ങൾക്കുള്ളതാണെന്ന് മാനേജർ തന്നെ വിളിച്ചു പറയുമ്പോഴും ഒരു പൊതുമേഖലാ ബാങ്കിൽ കയറാൻ സാധാരണക്കാരന് അവകാശമില്ലെന്ന രീതിയിലുള്ള മാനേജറുടെ പെരുമാറ്റം അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തി. കൂടെയുണ്ടായിരുന്ന സ്ത്രീകളും നാട്ടുകാരും ചേർന്ന് കർഷകരെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും മാനേജറുടെ ഭാഗത്തുനിന്നും നിരന്തരം പ്രകോപനപരമായ പെരുമാറ്റമാണ് ഉണ്ടായത്. കാര്യം നടക്കണമെങ്കിൽ ഇവനെ കൊണ്ടുപോയിക്കോ, മേലിൽ ഇവൻ ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്ന നിബന്ധനയും മാനേജർ മുന്നോട്ട് വെച്ചു. ഇത് കേട്ട സ്ത്രീ, ഞാൻ കയറാൻ പാടില്ലെന്ന് പറയാൻ സാർ ആരാണ്? ഇത് സാറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ബാങ്ക് എന്ന് തിരിച്ചു ചോദിച്ചതോടെ ബാങ്കിൽ വലിയ തർക്കാവസ്ഥ നിലനിന്നു. എന്തായാലും അന്വേഷണവും പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ട്. ബാങ്ക് മാനേജറുടെ ഈ ധാർഷ്ട്യത്തിനും കർഷക വിരുദ്ധ നിലപാടിനുമെതിരെ പ്രദേശവാസികളിലും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഔദ്യോഗിക പദവിയിലിരുന്ന് പൊതുജനങ്ങളോട്, പ്രത്യേകിച്ച് അന്നം തരുന്ന കർഷകരോട് ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ കർഷക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുകയും ജനരോഷം ഉയരുകയും ചെയ്തതിനെ തുടർന്ന് കാനറ ബാങ്ക് ഉന്നത അധികൃതർ വിഷയത്തിൽ ഇടപെടുകയും മാനേജറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷകനെ അധിക്ഷേപിച്ച ഉദ്യോഗസ്ഥനെതിരെ കർശനമായ അച്ചടക്ക നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം.